ഡി എഫിന്റെ കുത്തകമൊന്നല്ല ഇത്. ഇപ്പോൾ സജി ജോസഫ് ജയിക്കും വരുന്ന സജി ജോസഫ് സൂപ്പറാണ്. നമുക്കെല്ലാം പ്രിയങ്കരന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ എന്ത് കാര്യത്തിൽ വിളിച്ചാലും ഉടനെ ഓടിയെത്താൻ പറ്റിയ ഒരാളാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് നമ്മളെ ആഗ്രഹം. സാധാരണയുടെ UDF ആണ് തിരിച്ചു വരുത്തി. ആ ഭരണം കൊണ്ട് ആ MLA കൊണ്ട് ഈ മണ്ഡലത്തിൽ വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മേഖലകളിൽ ഇരിക്കൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാണ്? UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജി ജോസഫ്. സജി ജോസഫ് UDF തന്നെ സീറ്റാണ്. എങ്ങനെയാണ് UDFന്റെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള വികസനത്തിനെ കുറിച്ച് പറയാൻ നല്ല വികസനമാണ് കാഴ്ചവെക്കുന്നത്. റോഡായാലും മലയോര മേഖലയായാലും നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. സജീവ് ജോസഫ് വയ്ക്കൂ. സജീവ് ജോസഫ് ഇത്രയും വർഷം UDF സ്ഥാനാർത്ഥി ഇനി UDF തുടരും. എങ്ങനെയാണ് UDFന്റെ വികസനം? നല്ല വികസനമാണ്. ഒരുപാട് വികസനം. പ്രാവശ്യം 1000 കോടി രൂപന്റെ വികസനം നടത്തിയിടാം. ഇപ്പം സജീവ് ജോസഫ് നല്ല ഒരു MLA ആണ്. എന്തായാലും ജയിക്കൂ. ആഗ്രഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് നമ്മളെ ആഗ്രഹം. സാധാരണയുടെ UDF ആണ് തിരിച്ചു വരുത്തി. ആ ഭരണം കൊണ്ട് ആ MLA കൊണ്ട് ഈ മണ്ഡലത്തിൽ വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മേഖലകളിൽ ഇനി അടുത്ത ഭരണം മാറി വന്നാൽ MLA മാറി വന്നാൽ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ MLA മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെ വികസനമാണ് ഇരിക്കൂറിലെ? ഇപ്പോൾ ഇല്ല വികസനം, ഇന്നും പലതും വികസനം ഇവിടെ വരാനുണ്ട്. എന്തൊക്കെയാണ്? പിന്നെ പൊതുവെ എല്ലാ റോഡുകളൊന്ന് അഭിവൃദ്ധിയാണെങ്കിൽ ഒഴിച്ചാൽ ഇതുകൊണ്ട് കണ്ട് പല വികസനങ്ങളും ഇവിടെ വരാനുണ്ട്. ഇപ്പോൾ ആസ്പത്രിൻ്റെ പണി ഇവിടെ ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിനുള്ള മറ്റുള്ള മേഖലകളിലെല്ലാം ഗവൺമെന്റിന്റെ നന്മ കൊണ്ട് പല നേട്ടങ്ങളും കൂടി ഉണ്ട്. ഇരിക്കൂർ അസംബ്ലി മണ്ഡലത്തിൽ സജി ജോസഫ് ജയിക്കുന്നതാണ് പ്രതീക്ഷ. നല്ല പ്രവർത്തനമാണ്. വികസന രംഗത്ത് വളരെ മുന്നേറ്റമുള്ള ആളാണ്. എന്തൊക്കെ വികസനമാണ് കൊണ്ടുവരുന്നത്? ഇവിടെ ആസ്പത്രി, റോഡ് സംബന്ധമായിട്ട്, മറ്റേ ഫുട്പാത്ത്, മറ്റേ പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്ത് മറ്റേ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും LDF കുത്തകമൊന്നല്ല ഇത്. ഇപ്പോൾ സജി ജോസഫ് ജയിക്കും വരുന്ന സജി ജോസഫ് സൂപ്പറാണ്. നമുക്കെല്ലാം പ്രിയങ്കരന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ എന്ത് കാര്യത്തിൽ വിളിച്ചാലും ഉടനെ ഓടിയെത്താൻ പറ്റിയ ഒരാളാണ്. ഇപ്പോൾ കല്യാണത്തിൽ വിളിച്ചാൽ എത്തും. നല്ല സൂപ്പർമാനാണ്. KC ജോസഫിന്റെ ഒരു പിൻഗാമി എന്ന് പറയാം. മോശമില്ല. ഇത്രയും വർഷത്തെ ഭരണം എങ്ങനെയുണ്ട് ഇവിടെ? UDF വെച്ചാൽ ഈ എന്താ പറയുക, ഈ ഇരിക്കൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ UDF ഒരു കുത്തകയാണ്. UDF കുത്തക മാത്രമല്ല, പണ്ട് നാനാറ് ജയിച്ചൊരു ചരിത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. സജി ജോസഫ് സൂപ്പർ, ഒരു ജെന്റിൽമാൻ, അടിപൊളിയാണ്. അത് ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. ഇരിക്കൂറിൽ സാധാരണ അതേയായിട്ട് 10-45 കൊല്ലം KC ജോസഫ് മത്സരിച്ച് ജയിച്ചു. അതിനുശേഷം അത് ജോസഫിന് പിൻഗാമിയായിട്ട് സജി ജോസഫ് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് തന്നെ മത്സരത്തിൻ്റെ 10,000 വോട്ടിനാണ് ജയിച്ചത്. തീർച്ചയായും സജി ജോസഫ് തന്നെ ജയിക്കാൻ സാധ്യത. UDF തന്നെ. ഇത്രയും വർഷത്തെ പ്രവർത്തനം എങ്ങനെയുണ്ട്? പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സജി ജോസഫ് ഈ 5 വർഷം കൊണ്ട് ജനകീയനായി. ഇത് ജനകീയ MLA എന്നാണ് പൊതുവെ സംസാരിക്കുന്നത്. പൊതുവെ ജനകീയ MLA ആണ്. നിലവിൽ ഈ മണ്ഡലം നിലനിൽക്കുന്നത് UDFന്റെ കൈവശമാണ്. കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു മണ്ഡലമായത്. ഭരണത്തിൻ്റെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റം വന്നില്ലെങ്കിലേ ഇവിടെ ഒരു മാറ്റം സംഭവിക്കും. എങ്ങനെയുണ്ട് UDFന്റെ പ്രവർത്തനം? നിലവിൽ മോശമില്ലാത്ത രീതിയിലാണ് MLA ഉള്ളത്. മറുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ആശുപത്രിയായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും സ്കൂളിലെ നിലവാരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഭരണത്തിലെ നേട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കാണിക്കാനുമുണ്ട്. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന മണ്ഡലം എന്ന അടിസ്ഥാനത്തിൽ UDFന്റെ കൈവശമാണ്.